Good morning. Let us start with the remaining portions of management, the first chapter itself. Yesterday we have seen what is management, whether management can be considered as an art, science and profession. Today you are going to deal with professional management in India, right? So let us move to the first thing where you are dealing with the professional management in India. എങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു മാനേജ്മെൻറ്റിനെ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ്. സോ ഇൻ ഇന്ത്യ ഫാമിലി മാനേജ്മെൻറ്റ് ഇസ് റിഗാർഡഡ് ആസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ക്ലിയർ? So what is family management? That means the ownership and managerial control, both ownership and managerial control lies with the family members. Clear? So the objective of the business is maximizing the profit. The members also they deal with the business to get maximum profit. Maybe without any, there is no meaning in having qualifications there. So qualifications is not mandatory in the case of family management. Clear? Qualification is not that mandatory. Clear? So traditional family and all, heredity to heredity, they have the family business. അങ്ങനെയാണ് അവർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദർ ഇസ് എ വാല്യൂ സിസ്റ്റം ദാറ്റ് ഇസ് ഫോളോഡ് ബൈ ദ ഫാമിലി ആൻഡ് ദ ഫാമിലി വിൽ ബി ക്ലോസ്ലി knitted. You can say example as Kalyan Group. Clear? Many other group, Ambani, many are there who deals with the family management. And next you have bureaucratic management. Bureaucratic style in the sense that it is also practiced in India. Since the independence, the government they have invested in public sector enterprises. Clear? Public sector enterpriseൽ ഇൻവെസ്റ്റ് ചെയ്തു ഒരുപാട് എമൗണ്ട്. അപ്പോൾ ഇത് മാനേജ് ചെയ്യണത് സിവിൽ സർവൻസ് ആണ്. അതായത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യണ ഗവൺമെൻറ് എംപ്ലോയീസ് ആണ് ഈ ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് മാനേജ് ചെയ്യണത്. എൻ്റർപ്രൈസസ്, പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്. ക്ലിയർ? അവരെ സംബന്ധിച്ചിടത്തോളം ആ ബ്യൂറോക്രാറ്റ്സ് എന്താ ചെയ്യണത്? ഫയൽ വർക്ക്സ് ആണ് കൂടുതലായിട്ട് ചെയ്യണത്. പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഓഫ് ദ ബിസിനസ് ലെസ് ആണ്. ക്ലിയർ? സോ ദേ ആർ വെരി സ്ലോ. ക്ലിയർ? ദേ ആർ വെരി സ്ലോ ടു ചേഞ്ചസ്. അതുകൊണ്ട് തന്നെ നമ്മൾ പല പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സും കണ്ടാൽ നമുക്കറിയാം പ്രാചീന കാലത്ത് എന്താ ഉള്ളത് വെച്ചാൽ അതുപോലെ തന്നെയാണ് ഇന്നും ഫോളോ ചെയ്യണത്. ദേ ആർ വെരി സ്ലോ ടു ചേഞ്ചസ് ആൻഡ് ദേ ഹാവ് എ സ്നോബിഷ്, അവർ കറക്റ്റ് ടൈമിൽ വന്നിരിക്കുക. അവർ കുറേ ടീഡിയസ് ആയിട്ടുള്ള ഫയൽ വർക്ക്സ് ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ. ക്ലിയർ? അത് കുറേയൊക്കെ ഫെയിലിയർ ആണ് ഇന്ത്യയിൽ പബ്ലിക് സെക്ടർ. കാരണം അതിൻ്റെ ഫെയിലിയർ ആവാൻ കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ഈ ബ്യൂറോക്രാറ്റ്സിൻ്റെ മാനേജ്മെൻറ്റ് ഭയങ്കര വലിയ ഫെയിലിയർ ആണ് അതിൻ്റെ ഉള്ളിൽ. ക്ലിയർ? അതുകൊണ്ടാണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ്. ഇന്നത്തെ ഒരു ആസ്പെക്റ്റിൽ വന്നിട്ടുള്ളതാണ് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ്. അതായത് ദ പേഴ്സൺസ് ഹു ആർ ഹാവിങ് ദ ക്വാളിഫിക്കേഷൻ ഓഫ് MBA അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇൻ്റർവ്യൂസും ടെസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ പ്ലേസ്ഡ് ആവുക. This started to come after 1991, after the liberalization, privatization and globalization. ആ ഒരു ചേഞ്ച് വന്നതിന് ശേഷമാണ് പ്രൈവറ്റ് സെക്ടറിന് ഇത്രയും എൻട്രീസ് കിട്ടിയത്. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിന് എൻട്രീസ് കിട്ടി തുടങ്ങിയപ്പോൾ there was a stiff competition because all the companies were going global. Clear? So there was a need for professional management in companies. So even the business in India, they felt that the personnel or the persons who are working in the company need to be professionals. അപ്പോൾ അതുകൊണ്ടാണ് ഫാമിലി ബിസിനസ് ആണെങ്കിലും ട്രഡീഷണൽ ഫാമിലി ബിസിനസ് ഒക്കെ വിട്ടിട്ട് ഇപ്പോൾ എല്ലാവരും പ്രൊഫഷണൽ സെറ്റപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ദിസ് ഇസ് എ ചേഞ്ചിങ് സെനാരിയോ ഓഫ് ദ ഇന്ത്യൻ മാനേജ്മെൻറ്റ്. ക്ലിയർ? സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ഇസ് ഓൾസോ ഇൻക്രീസിങ് അറ്റ് പ്രസൻറ്റ്. റൈറ്റ്? ട്രഡീഷണൽ ഫാമിലിയിൽ ആ ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നില്ല. പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് എത്തുമ്പോൾ ആ ഒരു സെപ്പറേഷൻ ഉണ്ട്. പ്രൊഫഷണലൈസേഷൻ വളരെയധികം കൂടുകയാണ്. നമുക്കറിയാം IIM ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒരുപാട് ഉണ്ട്. ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ബീങ് പ്രൊവൈഡഡ്. ക്ലിയർ? പ്രൈവറ്റ് സെക്ടറിലുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. മാനേജ്മെൻറ്റ് എക്സ്പേർട്സിന് ഭയങ്കര ഡിമാൻഡ് ഉണ്ട് ഇന്ന്. ക്ലിയർ? സോ ഹയർ മാനേജീരിയൽ പൊസിഷനിലേക്ക് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് എക്സ്പേർട്സിനെ തന്നെ കീപ്പ് ചെയ്യേണ്ടത് ഈവൻ ഇൻ ദ ഫാമിലി ബിസിനസ്. സോ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഹാസ് ഗോട്ട് big need. It is the need of the hour in India. Right? So
that's all with the professional management in India. And now you have objectives. Textbook le വേറൊരു types of objectives ആണ് എഴുതിയിരിക്കുന്നത്. You can study that also. Apart from that, these are the objectives that management 3 സെക്ടേഴ്സിലുള്ള മാനേജ്മെൻറ്റും ഡീൽ ചെയ്യണ ഒബ്ജക്റ്റീവ്സ് ആണ്. ടോപ്പ് മാനേജ്മെൻറ്റ്, ഒബ്ജക്റ്റീവ് സെറ്റിംഗ്, സ്കാനിങ് ദ എൻവയൺമെൻറ്റ്. ഇത് വേറൊരു പേഴ്സ്പെക്റ്റീവിൽ ഞാൻ അറേഞ്ച് ചെയ്തതാണ്. ഇതിൻ്റെ കൂടെ ടെക്സ്റ്റിലുള്ള ഒബ്ജക്റ്റീവ്സ് നിങ്ങൾക്ക് പഠിക്കാം. അത് എളുപ്പമായതുകൊണ്ട് ഐ എം നോട്ട് ടേക്കിംഗ് ദാറ്റ് പാർട്ട്. let us have more points here. So top management, they set the objectives, scan the environment, they plan and make decisions. ഇതൊക്കെ ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ പെർവ്യൂവിൽ വരുന്നതാണ്. And what the middle management do is that allocate the resources. Clear? Oversee the first line managers. താഴെയുള്ള മാനേജേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യണു. They report to the top management. Top managementനെ റിപ്പോർട്ട് ചെയ്യണു. Develop and implement the activities. Clear? And first line management or the bottom level, what they do is that they coordinate the activities. They supervise the employees. Report to middle managers involved in day-to-day operations. This can be told as objectives, and these are the functions of 3 levels of management also. Functions ആണ്. ഒരുപാട് എക്സ്പ്ലനേഷൻ്റെ ആവശ്യം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. ആൻഡ് ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ക്ലിയർ? അപ്പോൾ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ് ഒരുപാടുണ്ടാവും. നമുക്ക് നല്ല സാലറി കിട്ടണം, നമ്മൾക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം, നമുക്ക് റെക്കഗ്നീഷൻ ഉണ്ടാവണം, ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് ഉണ്ടാവണം. ഇതൊക്കെയാണ് ഇൻഡിവിജ്വലി ഒരു പേഴ്സൺ ഉണ്ടാവുന്ന ഒബ്ജക്റ്റീവ്. ആൻഡ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് മീൻസ് സർവൈവൽ ഓഫ് ദ ഓർഗനൈസേഷൻ, ഗ്രോത്ത് ഓഫ് ദ ഓർഗനൈസേഷൻ, പ്രോഫിറ്റബിലിറ്റി. ക്ലിയർ? ഓൾ ദാറ്റ്. സോഷ്യൽ ഒബ്ജക്റ്റീവ്സും ഉണ്ടാവും. അതായത് കമ്മ്യൂണിറ്റിക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് സോഷ്യലി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യണു, കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യണു, ക്ലിയർ ക്വാളിറ്റി ആയിട്ടുള്ള ഗുഡ്സ് കൊണ്ടുവരുന്നു. അതൊക്കെയാണ് നമ്മൾ അവിടെ നോക്കുന്നത്. ക്ലിയർ? സോ ഈ 2 രീതിയിലും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഒബ്ജക്റ്റീവ്സിനെ. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ആൻഡ് നെക്സ്റ്റ് യു ആർ ഗോയിങ് ടു സീ ദാറ്റ് വാട്ട് ഈസ് ബീയിങ്. ലെറ്റ് us see the importance of management. ക്ലിയർ? ഒബ്ജക്റ്റീവ്സിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഈ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റും. എങ്ങനെ മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയി? What is management? Why is management so important? Because we can say that management helps in the proper utilization of resources, because without management എല്ലാ ഫാക്ടേഴ്സും ഫങ്ഷൻ ചെയ്യില്ല. മാനേജ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, മെഷീനറി, എവറിത്തിങ് വിൽ ബി ഫങ്ഷൻഡ്. And coordination of all these activities makes the employee to give their best to the organization. Clear? And it helps in achieving business objectives. Clear? So that it is management that realize the objectives of the group, and they makes in achieving. It is helpful in achieving the business objectives. കാരണം എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അത് ഈസി ആയിട്ട് നടക്കണം. And it helps in growth and development of business. ഓരോ ബിസിനസ് ആണെങ്കിലും ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ആൻഡ് ദ മാനേജ്മെൻറ്റ് ഇറ്റ് എയിംസ് അറ്റ് ഇൻക്രീസിങ് ദ എഫിഷ്യൻസി ഓഫ് ദ പീപ്പിൾ, ആൻഡ് ഇൻ ടേൺ the growth and development of the business also happens. Clear? Through diversification, through proper planning, the business also gets developed, and better quality of foods. As a result, when the business gets developed, better quality of products also comes with the with minimum cost. കാരണം കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനുമാണ് ഏറ്റവും 2 ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് യൂസ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിന് ക്വാളിറ്റി കുറച്ചും കൂടി എൻഷുർ ചെയ്യാൻ പറ്റും. ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ടാലൻസ് ഓൾസോ ഗെറ്റിംഗ് എൻകറേജ്. HR ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ആണ്. ക്ലിയർ? സോ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ദേ ബൂസ്റ്റ് അപ്പ് ദ എത്തിക്സ് ആൻഡ് മൊറൽ ഓഫ് ദ പീപ്പിൾ, ആൻഡ് thus the human talents also gets developed. ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇസ് മിനിമൈസിങ് ദ എലമെൻറ്റ് ഓഫ് റിസ്ക്. റിസ്ക് എപ്പോഴാണ് വരിക? എപ്പോഴും നമ്മൾ അൺഫോർസീൻ ആയിട്ടുള്ള കണ്ടിൻജൻസീസിന് നമ്മൾ കരുതലായിട്ട് ഇരിക്കാതിരുന്നാൽ മാത്രമേ റിസ്ക് വരുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് മാനേജ്മെൻറ്റ് വളരെ പ്രോപ്പറാണെങ്കിൽ അത് മിനിമൈസ് ചെയ്യാൻ പറ്റും. കാരണം ബിസിനസ് ഇസ് ഓൾവേസ് വാച്ച്ഡ്. നമ്മൾ ബിസിനസ് എന്നും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റിസ്കിനെ ഏറ്റവും മിനിമൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ഇന്നോവേഷൻസ്. ക്ലിയർ?
new techniques and new methods of work is being provided, and it helps in providing the innovations, and thus profits are increased. അതൊക്കെ മാനേജ്മെൻറ്റിൻ്റെ ന്യൂ ഐഡിയാസ് കൊണ്ടുവരുന്നു, ന്യൂ വിഷൻസ് കൊണ്ടുവരുന്നു, ഇമാജിനേഷൻസ് ആർ ഹയർ, സോ ദാറ്റ് ഇന്നോവേഷൻസ് ഓൾസോ ഇൻക്രീസസ്. ക്ലിയർ? സോ ഇറ്റ് ക്രിയേറ്റ്സ് ന്യൂ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ആ ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഓരോ കൺട്രിക്കും ആവശ്യമുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനെ മാനേജ്മെൻറ്റാണ് കണ്ടെത്തുന്നത്. മാനേജ്മെൻറ്റ് ഒരു ബിസിനസ്സിനെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്ലാൻഡ് വേയിൽ കണ്ടെത്തുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരെ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നു. നല്ലൊരു ഓർഗനൈസേഷൻ ആകുമ്പോൾ നല്ല എംപ്ലോയീസ് വരും. ആൻഡ് ഇഫക്റ്റീവ് ലീഡർഷിപ്പ് ഓൾസോ, മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ലീഡർഷിപ്പ് ആൻഡ് കോർഡിനേഷൻ. അത് രണ്ടിനെയും ഇഫക്റ്റീവ് ആക്കാൻ മാനേജ്മെൻറ്റ് ഒരുപാട് ശ്രമിക്കുന്നതാണ്. And controlling cost, ഞാൻ ഓൾറെഡി പറഞ്ഞു, cost control and cost reduction, these are the two objectives of management. So it aims in controlling this cost controlling. കാരണം കോസ്റ്റ് കൺട്രോൾ ചെയ്താൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? വേസ്റ്റ് കുറയ്ക്കാൻ പറ്റും, പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും, എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയൊരു എലമെൻറ്റാണ്. എംഫസൈസിങ് ദ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. സോ നല്ല മാനേജ്മെൻറ്റ് ആണെങ്കിൽ കൺസ്യൂമേഴ്സ് നല്ല ക്വാളിറ്റി ഗുഡ്സ് ആവും ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ലെസ് പ്രൈസിന് കൺസ്യൂമേഴ്സിന് കിട്ടും. കൺസ്യൂമർ സർവീസ് വിൽ ബി ഗുഡ്, സോ കൺസ്യൂമർ ഓൾസോ വിൽ ബി സാറ്റിസ്ഫൈഡ്, ആൻഡ് ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ക്ലിയർ? എൻഷുറിങ് റെഗുലർ സപ്ലൈ ഓഫ് ഗുഡ്സ്. ഒരു ഡിലേ ഇല്ലാതെ റെഗുലർ സപ്ലൈ ഉണ്ടാവും ഗുഡ്സ് ആൻഡ് സർവീസസിന്. നല്ല പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ. സോ മാനേജ്മെൻറ്റ് പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽ ബി സപ്ലൈഡ് ഇൻ എ റെഗുലർ വേ. ക്ലിയർ? മീറ്റിംഗ് ദ സോഷ്യൽ ഓബ്ലിഗേഷൻസ്. സോഷ്യൽ ഓബ്ലിഗേഷൻസ് ഇസ് മെറ്റ്. നമ്മൾക്കറിയാം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് സൊസൈറ്റിയിലേക്കും കൂടി നമ്മൾ ഇതാണ്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, പെപ്സി പ്ലാച്ചിമടയിൽ, പാലക്കാട് അടുത്ത് പ്ലാച്ചിമടയിൽ ഉണ്ടായത് എന്താ? അവർ സൊസൈറ്റിയിൽ ഒബ്ലിഗേഷൻ അല്ലാത്തതുകൊണ്ട് അവർക്ക് അടച്ചു പൂട്ടേണ്ടി വന്നു. സോ മാനേജ്മെൻറ്റ് ബിസിനസ്സിന് മാത്രമല്ല സൊസൈറ്റിക്കും കൂടി ഇതാവണം. അപ്പോൾ എവിടെ നമ്മളൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അവിടുത്തെ മാനേജ്മെൻറ്റ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സോഷ്യൽ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിൻ്റെ പാർട്ട് ഹൈലി റെലവെൻ്റ് ആണ്. ക്ലിയർ? സ്പെഷ്യൽ റോൾ ഇൻ ഡെവലപ്പിംഗ് എക്കണോമി. ഫൈനലി സൊസൈറ്റി മാത്രമല്ല, ദ എക്കണോമി ആസ് എ ഹോൾ ഓൾസോ ഇസ് ഗെറ്റിംഗ് developed here. So today we have seen what are the objectives of management, what is professional management in India, and what is the importance of management. Clear? And tomorrow we shall discuss with the administration and management. And see you students. Take care. Bye bye.